ഹലോ ഡിയേഴ്സ്, 5ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് സംഖ്യാലോകം ഈ പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾ നമുക്കിന്ന് ചെയ്യാം. ഓക്കെ, ഫസ്റ്റിൽ പേരും പെരുമയും. സംഖ്യകളെക്കുറിച്ച് പലതും പഠിച്ചല്ലോ. അറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അതായത് നിങ്ങൾ പഠിച്ച സംഖ്യ അല്ലേ, 4ാം ക്ലാസ്സിൽ നിങ്ങൾ 9999 വരെയാണ് പഠിച്ചതല്ലേ. ഇതാണോ ഏറ്റവും വലിയ സംഖ്യ? അല്ല അല്ലേ, ഇതിനപ്പുറം സംഖ്യയില്ലേ? 9999 കഴിഞ്ഞാൽ 10,000 വരുന്നുണ്ട്. അതിനപ്പുറവും സംഖ്യയുണ്ട്, അതിൻ്റെ അപ്പുറം സംഖ്യയുണ്ട്. ഇങ്ങനെ സംഖ്യകൾ, അതായത് നമ്മൾക്ക് ഒരിക്കലും ഒരു സംഖ്യ, ഇപ്പം ഞാനൊരു 10,00,000 ഒരു സംഖ്യ പറയുന്നു, ഇതിനപ്പുറം സംഖ്യയില്ലേ? 10,00,000 കഴിഞ്ഞാൽ അതിനപ്പുറവും സംഖ്യയുണ്ട് അല്ലേ. 1 കോടിയാണെങ്കിൽ അതിൻ്റെ അപ്പുറം സംഖ്യയുണ്ട് അല്ലേ. നമ്മൾക്ക് ഒരിക്കലും ഏറ്റവും വലിയ സംഖ്യ ഇന്നതാണെന്ന് നമ്മൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. സംഖ്യകൾ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെസണിൽ സംഖ്യകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. സംഖ്യകൾ എങ്ങനെ വലുതാക്കി എഴുതാം, പിന്നെ സംഖ്യകൾ എങ്ങനെ, വലിയ സംഖ്യകളൊക്കെ എങ്ങനെ വായിക്കാം, പിന്നെ സംഖ്യകളെക്കുറിച്ച് മറ്റ് ക്രിയകളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നന്നായി ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. ഓക്കെ, ഏറ്റവും ചെറിയ സംഖ്യയിൽ തുടങ്ങി സംഖ്യകൾ വലുതാക്കിക്കൊണ്ടിരിക്കാൻ എളുപ്പമാണ്. അതായത് ഏറ്റവും ചെറിയ സംഖ്യ 1 ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 1 അല്ലേ. ഈ 1 എന്നുള്ള സംഖ്യയെ 10 ആക്കാൻ വേണ്ടി, അതായത് 1ൻ്റെ 10 മടങ്ങാണ് 10 അല്ലേ. 10 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 എന്നുള്ള സംഖ്യ ഒരു സ്ഥാനം ഇടത്തോട്ടേക്ക് നീക്കി എഴുതിയാൽ മതി. ഇനി 10ൻ്റെ 10 ഇരട്ടിയാണ് 100. 10നെ 100 ആക്കാൻ വേണ്ടി, 10 എന്നുള്ള സംഖ്യ 100 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 1ൻ്റെ സ്ഥാനം, അതായത് 1 എന്നുള്ള സംഖ്യ ഒരു സ്ഥാനം കൂടി ഇടത്തോട്ടേക്ക് നീക്കി എഴുതിയാൽ മതി അല്ലേ. ഇനി 100ൻ്റെ 10 ഇരട്ടിയാണ് 1000. 100നെ 1000 ആക്കാൻ ഇതുപോലെ തന്നെ ഒരു സ്ഥാനം കൂടി ഇടത്തോട്ടേക്ക് നീക്കി എഴുതുക. ഇനി 1000 10,000 ആക്കാൻ എന്ത് ചെയ്താൽ മതി? 1000ൻ്റെ 10 ഇരട്ടിയാണ് 10,000 അല്ലേ. ഒരു സ്ഥാനം കൂടി ഇടത്തോട്ടേക്ക് നീക്കി എഴുതിയാൽ മതി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ്? ഇങ്ങനെ എഴുതുമ്പോൾ സംഖ്യകൾ വലുതാകുന്നത് എങ്ങനെ? അതായത് സംഖ്യയിൽ 1 എന്ന അക്കത്തിൻ്റെ സ്ഥാനം, 1 എന്ന സംഖ്യ ഇതാണല്ലേ, 1 എന്ന അക്കത്തിൻ്റെ സ്ഥാനം ഇടത്തോട്ട് നീങ്ങുന്തോറും 10 മടങ്ങ് വലുതാകും. 1 എന്ന അക്കത്തിൻ്റെ സ്ഥാനം ഇടത്തോട്ട് നീങ്ങുന്തോറും എന്ത് ചെയ്യും? 10 മടങ്ങ് വലുതാകും. ഇതിപ്പോൾ 1 1ൻ്റെ 10 മടങ്ങാണ് 10 അല്ലേ. അപ്പം 1 10 ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 1ൻ്റെ സ്ഥാനം ഇടത്തോട്ടേക്ക് ഒരു സ്ഥാനം ഇടത്തോട്ടേക്ക് നീക്കി അല്ലേ. ഇനി 10നെ 100 ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു സ്ഥാനം കൂടി ഇടത്തോട്ടേക്ക് നീക്കി. ഇനി 100നെ 1000 ആക്കാൻ ഒരു സ്ഥാനം കൂടി ഇടത്തോട്ടേക്ക് നീക്കി. 1000 10,000 ആക്കാൻ എന്ത് ചെയ്തു? ഒരു സ്ഥാനം കൂടി ഇടത്തോട്ടേക്ക് നീക്കി എഴുതി അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ സ്ഥാനം എഴുതിയിരിക്കാൻ നോക്കുക. ഇത് 1. ഇത് എത്രയാണ് വായിക്കുക? 1ൻ്റെ സ്ഥാനത്ത് 1 എഴുതിക്കഴിഞ്ഞാൽ 1 എന്നാണ് വായിക്കുക. ഇത് 10 അല്ലേ. 10ൻ്റെ സ്ഥാനത്ത് 1 വന്നു, പിന്നെ 1ൻ്റെ സ്ഥാനത്ത് 0 എഴുതിക്കഴിഞ്ഞാൽ 10. ഇത് 100 അല്ലേ. 100ൻ്റെ സ്ഥാനത്താണ് 1 വന്നത്. 1000 ആകുമ്പോഴേ 1000ത്തിൻ്റെ സ്ഥാനത്ത് 1 വന്നു അല്ലേ. 10,000 ആകുമ്പോഴേ 10,000ത്തിൻ്റെ സ്ഥാനത്ത് 1 വന്നു. പിന്നെ സംഖ്യകളുടെ എണ്ണവും നിങ്ങൾ നോക്കുക. 1 എന്ന് എഴുതുമ്പോൾ ഒറ്റ സ്ഥാനം മാത്രമേ ഉള്ളൂ. 10ൽ 2 സ്ഥാനമുണ്ട്. 100 3 സ്ഥാനം വരുന്ന സംഖ്യയാണ്. 1000 4 സ്ഥാനം വരുന്ന സംഖ്യയാണ്. 10,000 5 സ്ഥാനം വരുന്ന സംഖ്യയാണ് അല്ലേ. ഇനി അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പഠിച്ചത്? 10,000 വരെയാണ് നമ്മൾ എഴുതാൻ പഠിച്ചത് അല്ലേ. 10,000 നമ്മൾ എഴുതി. 10,000 എഴുതാൻ 10,000ത്തിൻ്റെ സ്ഥാനത്ത് 1 എഴുതി അല്ലേ. ഇനി ഈ 1നെ ഇനിയും നമ്മൾക്ക് ഇടത്തോട്ടേക്ക് നീക്കി എഴുതാം അല്ലേ. അതായത് ഈ 1നെ ഞാൻ ഒന്നുകൂടി ഇടത്തോട്ടേക്ക് നീക്കി എഴുതി. ഇവിടെ 0 എഴുതി, ഇവിടെ 0 എഴുതി, ഇവിടെ 0 എഴുതി, ഇവിടെ 0 എഴുതി, ഇവിടെ 0 എഴുതി. അതായത് 1ഉം 5 0ഉം എഴുതി കഴിഞ്ഞാൽ എന്താണ് വായിക്കുക? ലക്ഷം എന്നാണ് വായിക്കുക അല്ലേ. ലക്ഷമാണ്. ഇനി വീണ്ടും ഒരു സ്ഥാനം കൂടി നീക്കി എഴുതി കഴിഞ്ഞാൽ എന്താണ് വായിക്കുക? 10 ലക്ഷമാണ് അല്ലേ. അതായത് എത്ര 0 ഉണ്ട്? 1ഉം 6 0ഉം അല്ലേ. 10 ലക്ഷം എന്നാണ് വായിക്കുക. ഇനി 1ഉം 7 0ഉം എഴുതി കഴിഞ്ഞാൽ എത്രയാണ് വായിക്കുക? 1 കോടി എന്നാണ് വായിക്കുക അല്ലേ. അത് എഴുതിയതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. എത്രയാണിത്? ആദ്യം എഴുതിയത് 1 ലക്ഷമാണ്. 1ഉം 5 0ഉം അല്ലേ. 1ഉം 6 0ഉം എഴുതി കഴിഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷമാണ്. 1ഉം 7 0ഉം എഴുതി കഴിഞ്ഞാൽ 1 കോടിയാണ് അല്ലേ. അതായത് കോടിയുടെ സ്ഥാനത്താണ് ഇവിടെ 1 എഴുതിയിരിക്കുന്നത് അല്ലേ. 10 ലക്ഷം എഴുതുമ്പോൾ 10 ലക്ഷത്തിൻ്റെ സ്ഥാനത്താണ് 1 എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സംഖ്യ ഇവിടെ അവസാനിച്ചോ? നമ്മളിപ്പോൾ എഴുതിയത് 1 കോടി വരെയാണ്, 1 കോടിയാണ് എഴുതിയത് അല്ലേ. 1 കോടിയായാൽ തീർന്നോ? ഇനി ഈ സ്ഥാനം ഒന്നുകൂടി അടുത്തോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ എത്രയായി? ഇത് 10 കോടിയായി അല്ലേ. 10 കോടിയായി. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾക്കിപ്പം 1 കോടി വരെ നമ്മൾക്ക് എഴുതാൻ പഠിച്ചു അല്ലേ. നമ്മൾ 1 കോടി വരെ എഴുതാൻ പഠിച്ചു. ഏതൊക്കെയാണ്? ഫസ്റ്റിൽ എങ്ങനെയാണ് എഴുതുക? ഫസ്റ്റിൽ നമ്മൾ 1 ഒരു സ്ഥാനം വരുന്നത് അല്ലേ. പിന്നെ 10 എഴുതി, ഒരു സ്ഥാനം കൂടി, 1ൻ്റെ സ്ഥാനം ഒരു സ്ഥാനം കൂടി അടുത്തോട്ടേക്ക് നീക്കി എഴുതി. പിന്നെ 100 പിന്നെ 1000 10,000 1 ലക്ഷം 5 0 അല്ലേ. 1ഉം 5 0ഉം
പിന്നെ 1ഉം 6 പൂജ്യവും എഴുതി കഴിഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷമാണ് അല്ലേ? 1ഉം 7 പൂജ്യവും എഴുതി കഴിഞ്ഞാൽ എത്രയാണ്? 1 കോടിയാണ് അല്ലേ? അപ്പോൾ ഇത്ര വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് നോക്കാം വിദേശ രാജ്യങ്ങളിൽ ഈ ക്രമത്തിന് അല്പം വ്യത്യാസമുണ്ട്. അതായത് എഴുതുന്നതല്ല, വായിക്കുന്ന സമയത്ത് വ്യത്യാസമുണ്ട്. നമ്മളിപ്പം 1 ലക്ഷം, അതായത് 1ഉം 5 പൂജ്യവും എഴുതി കഴിഞ്ഞാൽ നമ്മൾ 1 ലക്ഷം എന്നാണ് വായിക്കുക അല്ലേ? അപ്പോൾ വിദേശ രാജ്യത്ത് എന്താണ് പറയുക? 100,000, 100,000 എന്നാണ് പറയുക. ഇനി 1ഉം 6 പൂജ്യവും എഴുതി കഴിഞ്ഞാൽ 1 മില്യൺ എന്നാണ് പറയുക. അതായത് 1ഉം 6 പൂജ്യവും എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വായിക്കുക? 10 ലക്ഷം എന്നാണ് വായിക്കുക അല്ലേ? 10 ലക്ഷം, അതായത് 1 ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം. 10 ലക്ഷം എന്നാണ് നമ്മൾ ഇത് വായിക്കുക. അപ്പോൾ ഇതിന് വിദേശ രാജ്യത്ത് എന്താണ് പറയുക? മില്യൺ എന്നാണ് പറയുക. 10 ലക്ഷത്തിന് മില്യൺ എന്നാണ് പറയുക. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ലക്ഷത്തിന് 100,000 എന്ന് പറയും, 10 ലക്ഷത്തിന് മില്യൺ എന്ന് പറയും. ഇനി കോടിയെ 10 മില്യൺ എന്ന് പറയും, 10 കോടിയെ 100 മില്യൺ എന്ന് പറയും. ഇനി 100 കോടി എന്ന് പറയും ബില്യൺ എന്ന് പറയും. അപ്പോൾ 100 കോടി എന്ന് പറയുമ്പോൾ എത്ര പൂജ്യം ഉണ്ടാകും? ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി അല്ലേ? അപ്പോൾ എത്ര പൂജ്യമാണ് വരുന്നത് എണ്ണി നോക്കാം അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9 പൂജ്യമാണ് അല്ലേ? 1ഉം 9 പൂജ്യവും എഴുതി കഴിഞ്ഞാൽ എന്താണ് വായിക്കുക? ബില്യൺ എന്നാണ് വായിക്കുക അല്ലേ? ഇനി ബില്യണിൽ അവസാനിച്ചില്ല അല്ലേ? അടുത്ത എന്താണ്? 10 ബില്യൺ അല്ലേ? അതായത് 1ഉം 9 പൂജ്യവും എഴുതി കഴിഞ്ഞാൽ 1 ബില്യൺ ആണ്. അപ്പോൾ 1ഉം 10 പൂജ്യവും എഴുതി കഴിഞ്ഞാൽ എത്രയാണ്? 10 ബില്യൺ എന്ന് വായിക്കും. ഇനി 1ഉം 11 പൂജ്യവും എഴുതി കഴിഞ്ഞാൽ എത്രയായിരിക്കും? 100 ബില്യൺ എന്നാണ് വായിക്കുക അല്ലേ? പിന്നെ അത് കഴിഞ്ഞാൽ 1000 ബില്യൺ ആണ്. 1000 ബില്യൺ നമ്മൾക്ക് എന്തും വിളിക്കാം? ട്രില്യൺ എന്നും വിളിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വലിയ സംഖ്യകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇത്രയും വലിയ സംഖ്യകൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾക്ക്? ശരിക്കും ഈ വലിയ സംഖ്യകളുടെ ആവശ്യം എന്താണ്? നമ്മൾക്കിപ്പോൾ ചെറിയ സംഖ്യകൾ മാത്രമേ ആവശ്യമുള്ളൂ അല്ലേ? ശരിക്കും നമ്മൾ കേരളത്തിൽ എത്ര ആളുകൾ ഉണ്ട് എന്നറിയാമോ നിങ്ങൾക്ക്? കേരളത്തിൽ എത്ര ആളുകളാണുള്ളത്? 2011 കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിൽ 3,40,00,000 ആളുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 3,40,00,000 ആളുകൾ നമ്മൾക്കിത് എഴുതേണ്ടതായിട്ടുള്ള ആവശ്യം വരും അല്ലേ? അപ്പോൾ നമ്മൾ വലിയ സംഖ്യകൾ എഴുതാൻ പഠിക്കണമല്ലോ, വായിക്കാനും പഠിക്കണം, എഴുതാനും പഠിക്കണം അല്ലേ? 3,40,00,000 എന്ന് നമ്മൾക്ക് എങ്ങനെ എഴുതാം? 3,40,00,000. ലക്ഷത്തിന് 5 പൂജ്യമാണ് വേണ്ടത് അല്ലേ? അപ്പോൾ 3,40,00,000 എന്ന് എഴുതാൻ 5 പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക അല്ലേ? 5 പൂജ്യം ഇട്ട് കൊടുക്കുക. ഇപ്പം എത്ര വായിക്കാം? ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി. 3,40,00,000 അല്ലേ? ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി 3,40,00,000 നമ്മൾക്ക് എങ്ങനെയും വായിക്കാം? 34 മില്യൺ എന്നും പറയാം. അതായത് 1 മില്യൺ എത്രയാണ്? 10 ലക്ഷമാണ് 1 മില്യൺ അല്ലേ? 10 ലക്ഷമാണ് 1 മില്യൺ. 1 ലക്ഷം ഇതാണ്, 5 പൂജ്യമാണ് 1 ലക്ഷം. 10 ലക്ഷം എത്രയാണ്? 6 പൂജ്യമാണ് 10 ലക്ഷം. അപ്പോൾ എത്രയാണ്? 34 മില്യൺ ആണ് അല്ലേ? 34, ഇതിന് എത്ര വായിക്കാം? 6 പൂജ്യത്തിന് മില്യൺ എന്ന് വായിക്കാം അല്ലേ? അപ്പോൾ 34 മില്യൺ എന്നും പറയാം. 3,40,00,000 എത്ര വിളിക്കാം? 34 മില്യൺ എന്നും വിളിക്കാം അല്ലേ? 34 മില്യൺ, 34 മില്യൺ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ത്യ മുഴുവനുള്ള ആൾക്കാരുടെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഇതിനേക്കാളും, അതായത് ഈ 3 കോടിയേക്കാളും കൂടുതലായിരിക്കും അല്ലേ? അതായത് 100 കോടിയേക്കാൾ അഥവാ 1 ബില്യണേക്കാളും കൂടുതലായിരിക്കും ഇന്ത്യ മുഴുവനുള്ള ആൾക്കാരുടെ ജനങ്ങളുടെ എണ്ണം. ഇനി ലോകം മുഴുവൻ എടുത്തു കഴിഞ്ഞാലോ ഏതാണ്ട് എത്രയാണ്? 800 കോടി. അതായത് എത്രയാണ്? 800 കോടി അഥവാ 8 ബില്യൺ ആണ് വരുന്നത്. അപ്പോൾ 8 ബില്യൺ നമ്മളിപ്പം എഴുതാൻ പഠിച്ചു അല്ലേ? നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനിയിപ്പം എഴുതാൻ എളുപ്പമായിരിക്കും. 1 ബില്യണിന് എത്ര പൂജ്യമാണ് നമ്മൾ പഠിച്ചത്? 9 പൂജ്യമാണ് അല്ലേ? അപ്പോൾ 8 ബില്യൺ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 8 എന്ന് എഴുതാം, 9 പൂജ്യം അല്ലേ? 8 ബില്യൺ എഴുതിയല്ലേ? അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് വായിക്കാം? ഇത് 8 ബില്യൺ ആണെന്ന് വായിക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പൂജ്യങ്ങളിൽ അവസാനിക്കുന്ന സംഖ്യകളാണ് വായിക്കാനും എഴുതാനൊക്കെ പഠിച്ചത് അല്ലേ? അതായത് 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, ഇങ്ങനെയൊക്കെ പൂജ്യങ്ങളിൽ അവസാനിക്കുന്ന സംഖ്യകളൊക്കെ നമ്മൾ വായിക്കാനും എഴുതാനൊക്കെ പഠിച്ചല്ലേ? 1 കഴിഞ്ഞിട്ട് 1 പൂജ്യമാണ് 10 എന്ന് വായിക്കാം, 2 പൂജ്യമാണ് 100 വായിക്കാം, 3 പൂജ്യമാണെങ്കിൽ 1000 വായിക്കാം, 4 പൂജ്യമാണെങ്കിൽ 10,000 വായിക്കാം, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി പൂജ്യത്തിൽ അവസാനിക്കാത്ത സംഖ്യ ആണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ വായിക്കാം?
എങ്ങനെ വായിക്കുകയും എഴുതുകയും ചെയ്യാം. അതായത് ഇവിടെ ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 3,62,880 ആണ് അല്ലേ? ഇതെങ്ങനെയാണ് വായിക്കുക? 3,62,880 എങ്ങനെയാണ് വായിക്കുകയും എഴുതുകയും ചെയ്യാം? നമ്മൾക്ക് ഇവിടെ സ്ഥാനം നോക്കിയിട്ട് പറയാം അല്ലേ? പൂജ്യങ്ങളുടെ സ്ഥാനം നോക്കിയതുപോലെ നമ്മൾക്ക് ഇവിടെ സ്ഥാനം നോക്കാം. ഒറ്റ 10ൻ്റെ സ്ഥാനമാണ്, 100ൻ്റെ സ്ഥാനം, 1000, 10,000, ലക്ഷം അല്ലേ? 3,62,880. 3 ലക്ഷം എന്ന് പറയുമ്പോൾ 6 സ്ഥാനങ്ങൾ വേണം അല്ലേ? 6 സ്ഥാനങ്ങൾ വേണം. സ്ഥാനങ്ങളുടെ എണ്ണവും നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ വായിക്കാനും എഴുതാനും ഒക്കെ പഠിക്കുക. ഇവിടെ കാണിച്ചിട്ടുണ്ട്, ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 3 ആണ്, ഇത് 36 ആണ്, പിന്നെ എത്രയാണ്? 362 ആണിത്, 3628 ആണിതല്ലേ? പിന്നെ എത്രയാണ്? 36,286 ആണിത്, 3,62,880 ആണിതല്ലേ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്ഥാനം നോക്കിയിട്ട് എല്ലാ സംഖ്യകളും വായിക്കാനും എഴുതാനൊക്കെ പഠിക്കുക. ഓക്കെ, ഇനി ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. കുട്ടിസംഖ്യ. അമേരിക്കയിലെ ഒരു ഗണിതാധ്യാപകനായിരുന്നു എഡ്വേർഡ് കാസ്റ്റർ. 9 വയസ്സുള്ള മരുമകൻ മിൽട്ടണ് കണക്കിൽ താല്പര്യമുണ്ടാക്കാനായി അദ്ദേഹം അവനോട് ചോദിച്ചെന്ത്? 1 കഴിഞ്ഞ് 100 പൂജ്യം ഇട്ടാൽ കിട്ടുന്ന സംഖ്യയെ എന്ത് വിളിക്കുമെന്ന്. 1 കഴിഞ്ഞിട്ട് 1 പൂജ്യം ഇട്ടാൽ 10 എന്ന് വിളിക്കും, 1 കഴിഞ്ഞ് 2 പൂജ്യം ഇട്ടാൽ 100 എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ ഇദ്ദേഹം ചോദിച്ചെന്ത്? 1 കഴിഞ്ഞിട്ട് 100 പൂജ്യം ഇട്ടാൽ ആ സംഖ്യ എന്ത് വിളിക്കുന്നു? അപ്പോൾ ഇവന് അറിയില്ല അല്ലേ? ഈ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ ഇവന് വെറുതെ പറഞ്ഞെന്ത്? ഗൂഗിൾ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം കാസ്റ്റർ പിന്നീട് എഴുതിയ കണക്കും ഭാവനയും എന്ന പുസ്തകത്തിലൂടെ ഈ പേര് പ്രസിദ്ധമായി. ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റിൽ വിഷയങ്ങൾ തിരയാൻ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഉണ്ടല്ലോ, ഈ ഗൂഗിൾ എന്ന സംവിധാനത്തിന് പേരിട്ടത് ഈ സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ഈ കുട്ടി വെറുതെ 1 കഴിഞ്ഞ് 100 പൂജ്യം ഇട്ടാൽ കിട്ടുന്ന സംഖ്യ ഗൂഗിൾ എന്ന് വെറുതെ പറഞ്ഞല്ലേ? അപ്പോൾ ആ പേരാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ എന്ന പ്ലാറ്റ്ഫോമിലേക്ക്, ഗൂഗിൾ എന്ന സംവിധാനത്തിന് പേരിട്ടത് ഈ സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അക്കങ്ങൾ എണ്ണിയും വായിക്കാം. ഒരക്ക സംഖ്യ ഏതൊക്കെയാണ്? 1 മുതൽ 9 വരെയുള്ള സംഖ്യകളാണ് ഒരക്ക സംഖ്യകൾ അല്ലേ? അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9 വരെയാണ് ഒരക്ക സംഖ്യ അല്ലേ? ഇനി രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 10 മുതൽ 99 വരെയുള്ള സംഖ്യകളാണ് രണ്ടക്ക സംഖ്യകൾ അല്ലേ? ഇനി മൂന്നക്ക സംഖ്യകൾ ഏതാണ്? 100 മുതൽ 999 വരെയുള്ള സംഖ്യകളാണ് മൂന്നക്ക സംഖ്യകൾ. നാലക്ക സംഖ്യകളോ? 1000 മുതൽ 9999 വരെയുള്ള സംഖ്യകളാണ് നാലക്ക സംഖ്യകൾ. അഞ്ചക്ക സംഖ്യകൾ ഈ 9999 കഴിഞ്ഞാൽ അടുത്തത് 10,000 അല്ലേ? 10,000 മുതൽ എത്രയാണ്? 99,999 വരെയുള്ള സംഖ്യകളാണ് അഞ്ചക്ക സംഖ്യകൾ. ആറക്ക സംഖ്യകൾ ഏതാണ്? 1,00,000 മുതൽ, അതായത് ഈ 99,999 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ അല്ലേ? 1,00,000 1,00,000ത്തിലാണ് ആറക്ക സംഖ്യ തുടങ്ങുന്നത്. ഏതുവരെയാണ്? 9,99,999 വരെ അല്ലേ? ഇനി ഏഴക്ക സംഖ്യയോ? 9,99,999 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതായിരിക്കും? 10,00,000 ആയിരിക്കും അല്ലേ? അപ്പോൾ 10,00,000 മുതൽ ഏതുവരെയാണ്? 99,99,999 അല്ലേ? അപ്പോൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, എത്രയാണ്? സ്ഥാനം നോക്കി വായിക്കുക. 99,99,999 വരെയാണ് ഏഴക്ക സംഖ്യകൾ വരുന്നത് അല്ലേ? ഓക്കെ, ഇനിയും തുടരാം അല്ലേ? എട്ടക്ക സംഖ്യകൾ ഏത് മുതൽ ഏത് വരെ എന്ന് നിങ്ങൾ എഴുതുക. അപ്പോൾ ഇതെത്രയാണ്? 2,34,567 അല്ലേ? എങ്ങനെ വായിക്കും? എങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്? 2,34,567 എന്നാണ് വായിക്കേണ്ടത്. ആറക്ക സംഖ്യ ആയതിനാൽ ലക്ഷത്തിന് മേലെയാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്? 2,34,567 ആണ് അല്ലേ? ഇത് എത്ര അക്കമുള്ള സംഖ്യയാണ്? 6 അക്കമുള്ള സംഖ്യയാണ്. അപ്പോൾ 6 അക്ക ഉള്ള സംഖ്യ വരുമ്പോൾ 2,00,000ത്തിന് മുകളിലായിരിക്കും. അത് നോക്കിയിട്ടാണ് നമ്മൾ വായിക്കേണ്ടത് അല്ലേ? ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം. 2,34,567 ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക. എത്രയാണ്? 2,34,567 എന്ന് എഴുതുക. ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ വായിക്കാമോ? എന്താണ്? 2023 ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ഇത് വായിക്കുക. 3,56,569 അല്ലേ? കിലോമീറ്ററും. ഏറ്റവും കൂടിയ ദൂരം എത്രയാണ്? 4,06,458. നെക്സ്റ്റ് 2011 കണക്കെടുപ്പ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്?
വലത്തു നിന്ന് ഇടത്തോട്ടേക്ക് സ്ഥാനം നോക്കിയിട്ട് വായിക്കാം. ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, കോടി അല്ലേ. അപ്പോൾ എത്രയാണ്? 3,64,06,061 എന്നാണ് വായിക്കേണ്ടത് അല്ലേ. ഓക്കെ. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ എത്രയാണ്? ഇതെത്രയാണ് വായിക്കുക? ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി അല്ലേ. അപ്പോൾ എത്രയാണ്? 121,08,54,977 എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ. ഇനി 1 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? എത്രയാണ് വായിക്കുക? സ്ഥാനം നോക്കുക നിങ്ങൾ. എങ്ങനെ വായിക്കാം? ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി അല്ലേ. അപ്പം എങ്ങനെ വായിക്കാം? 3,99,16,800. ഓക്കെ. പെരുകുന്ന സംഖ്യകൾ. നമ്മളിങ്ങനെ സംഖ്യകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 1, 2, 3, 4, 5, 6 അങ്ങനെ പോയി 10, 100, 1000, 10000, ലക്ഷം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 1 മുതൽ 9 വരെയുള്ള സംഖ്യകളാണ് ഒരക്ക സംഖ്യകൾ അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത് മാത്രമാണ് ഏത് ഒരക്കം മാത്രം വരുന്ന സംഖ്യകൾ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ഒരക്കം മാത്രം വരുന്ന സംഖ്യകൾ? 9 എണ്ണമാണുള്ളത് അല്ലേ. 9 ഒരക്ക സംഖ്യകളാണുള്ളത്. അപ്പോൾ ഒരക്ക സംഖ്യകളുടെ എണ്ണം കാണാൻ എളുപ്പമാണ്. 1 മുതൽ 9 വരെ 9 സംഖ്യകളാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണമായിരിക്കും ഉണ്ടാവുക? രണ്ടക്ക സംഖ്യകൾ എന്നാൽ ഏത് മുതൽ ഏത് വരെയാണ്? 10 മുതൽ 99 വരെ അല്ലേ. അതായത് 9 ഒരക്ക സംഖ്യയാണ്. 9 കഴിഞ്ഞാൽ 10 രണ്ടക്ക സംഖ്യയാണ് അല്ലേ. 11 രണ്ടക്ക സംഖ്യയാണ്. 12, 13, 14 ഇങ്ങനെ പോയി 99 വരെയാണ് രണ്ടക്ക സംഖ്യകൾ വരുന്നത്. അപ്പോൾ ഈ 10 മുതൽ 99 വരെ എത്ര സംഖ്യകളാണ് ഉള്ളത്? ഇത് കാണാൻ സാധാരണയായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? ഈ 99ൽ നിന്ന് 10 കുറക്കും, 89 കിട്ടും, അതിനോട് 1 കൂട്ടും അല്ലേ. അപ്പോൾ 90 സംഖ്യകളാണ് രണ്ടക്ക സംഖ്യകൾ ഉള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ സംഖ്യകളുടെ എണ്ണം കാണാൻ, അതായത് 10 മുതൽ 99 വരെ രണ്ടക്ക സംഖ്യകൾ അല്ലേ, എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്ന് കാണാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 1 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ട്? മൊത്തം 99 സംഖ്യകളുണ്ട്. അതായത് 1 മുതൽ 99 വരെ 99 സംഖ്യകളുണ്ട്. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? ഇതെല്ലാം രണ്ടക്ക സംഖ്യകളല്ല അല്ലേ. 1 മുതൽ 99 വരെ 99 സംഖ്യകളും രണ്ടക്ക സംഖ്യകളല്ല. ഇതിൽ 9 എണ്ണം ഒരക്ക സംഖ്യയാണ്. ഈ ഒരക്ക സംഖ്യകളുടെ എണ്ണം കുറച്ചു. 99ൽ നിന്ന് 9 കുറച്ചാൽ 90 കിട്ടി. അപ്പോൾ എത്രയാണ് രണ്ടക്ക സംഖ്യകളുടെ എണ്ണം? 90 എണ്ണമാണ് രണ്ടക്ക സംഖ്യകളുടെ എണ്ണം. ഇതേ രീതിയിൽ നമുക്ക് മൂന്നക്ക സംഖ്യകൾ എത്രയുണ്ട് എന്ന് കണക്കാക്കാം. മൂന്നക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? ഏത് മുതൽ ഏത് വരെയാണ്? 99 രണ്ടക്ക സംഖ്യയാണ്. 99 കഴിഞ്ഞാൽ 100 മൂന്നക്ക സംഖ്യയാണ് അല്ലേ. 100 മുതൽ എത്ര വരെയാണ്? 999 വരെയാണ് മൂന്നക്ക സംഖ്യകൾ. അപ്പോൾ ഈ 100 മുതൽ 999 വരെ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്നാണ് കാണേണ്ടത് അല്ലേ. ഇത് നമ്മൾക്ക് എണ്ണി നോക്കിയിട്ട് കാണാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കാണാം? നമ്മൾ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം കണ്ടതുപോലെ 1 മുതൽ 999 വരെ എത്ര സംഖ്യകളുണ്ട്? മൊത്തം 999 സംഖ്യകളുണ്ട് അല്ലേ. 1, 2, 3, 4, 5 അങ്ങനെ പോയി 999 സംഖ്യകൾ മൊത്തം ഉണ്ട്. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരക്ക സംഖ്യകളുടെ എണ്ണം മാത്രം കുറച്ചാൽ പോരാ. നമ്മൾക്ക് മൂന്നക്ക സംഖ്യകളുടെ എണ്ണം മാത്രമാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഒരക്ക സംഖ്യകളും കുറക്കണം, രണ്ടക്ക സംഖ്യകളും കുറക്കണം. ഒരക്ക സംഖ്യകൾ 9 എണ്ണമാണ്, രണ്ടക്ക സംഖ്യകൾ 90 എണ്ണമാണ്. അപ്പോൾ 9ഉം 90ഉം കുറക്കുക, അതായത് 99 മൊത്തം കുറക്കുക. മൊത്തം 99 കുറക്കുക. എങ്ങനെയാണ് കാണേണ്ടത്? 1 മുതൽ 999 മൊത്തം 999 സംഖ്യകളുണ്ട്. ഇതിൽ നിന്ന് ഒരക്ക സംഖ്യകളുടെയും രണ്ടക്ക സംഖ്യകളുടെയും മൊത്തം എണ്ണമായ 99 എണ്ണം കുറക്കുക. അപ്പോൾ എത്ര കിട്ടും? 900 സംഖ്യകളാണ്. ഏത് മൂന്നക്ക സംഖ്യകൾ? മൂന്നക്ക സംഖ്യകൾ 900 മൂന്നക്ക സംഖ്യകളാണ് ഉള്ളത്. ഇനി ഇതുപോലെ നമുക്ക് നാലക്ക സംഖ്യകളുടെയും അഞ്ചക്ക സംഖ്യകളുടെയും ആറക്ക സംഖ്യകളുടെ ഒക്കെ എണ്ണം കാണാം അല്ലേ. അപ്പം നാലക്ക സംഖ്യകൾ എത്രയായിരിക്കും? എങ്ങനെയാണ് കാണുക? നാലക്ക സംഖ്യകൾ ഏതാണ്? നാലക്ക സംഖ്യകൾ തുടങ്ങുന്ന ഏതിലാണ്? 1000 മുതൽ എത്ര വരെയാണ്? 9999 വരെയാണ് നാലക്ക സംഖ്യകൾ അല്ലേ. അപ്പോൾ മൊത്തം എത്ര സംഖ്യകളാണുള്ളത്? 9999 വരെ 9999 സംഖ്യകളുണ്ട് അല്ലേ. ഈ മൊത്തം സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരക്ക സംഖ്യയുടെ എണ്ണവും രണ്ടക്ക സംഖ്യയുടെ എണ്ണവും മൂന്നക്ക സംഖ്യയുടെ എണ്ണവും കുറക്കുക. അപ്പോൾ എത്രയാണ് വരിക? 999 എണ്ണമാണ് വരിക. അത് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 9000 നാലക്ക സംഖ്യയാണ് ഉള്ളത്.
ഇങ്ങനെയാണെങ്കിൽ അഞ്ചക്ക സംഖ്യകളുടെ എണ്ണം എത്രയായിരിക്കും? അഞ്ചക്ക സംഖ്യ ഏതിൽ നിന്നാണ് തുടങ്ങുന്നത്? 10,000-ത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ? 10,000 മുതൽ 99,999 വരെയുള്ള സംഖ്യകളാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ 99,999 നിന്ന് ഏത് കുറക്കണം? അതായത് 99,999 എന്നാൽ 1 മുതൽ 99,999 വരെയുള്ള സംഖ്യകൾ, അതായത് ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ അല്ലേ? ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. ഇതിൽ നിന്ന് എന്ത് കുറക്കണം? ഇതിൽ നിന്ന് ഒരക്ക സംഖ്യയുടെയും രണ്ടക്ക സംഖ്യയുടെയും മൂന്നക്ക സംഖ്യയുടെയും നാലക്ക സംഖ്യയുടെയും എണ്ണം കുറക്കണം അല്ലേ? അപ്പം എത്ര വരും? 9,999 ആണ് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ വരിക. അപ്പോൾ എത്രയാണ് കിട്ടുക? എത്ര എണ്ണം ഉണ്ടാവുക? അഞ്ചക്ക സംഖ്യകൾ 90,000 എണ്ണമാണ്. 90,000 അഞ്ചക്ക സംഖ്യകളാണ് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തൊരു പ്രവർത്തനമാണ്, നന്നായി ശ്രദ്ധിക്കുക. ആദ്യം നിസ്സാരമായ ഒരു ചോദ്യമാണ്. 1, 3 എന്നീ രണ്ടക്കങ്ങളും വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 1, 3 ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണമാണ്? 1, 3 ഉപയോഗിച്ച് രണ്ടക്ക സംഖ്യകൾ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. ഏതൊക്കെയാണ്? 13ഉം 31 അല്ലേ? 13ഉം 31 മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. അതായത് 1 എന്ന അക്കം വെച്ചിട്ടുള്ള 10ൻ്റെ സ്ഥാനത്ത് ഒരു സാധ്യതയും 1ൻ്റെ സ്ഥാനത്ത് ഒരു സാധ്യതയും, അതുപോലെ തന്നെ മറ്റേ സംഖ്യ 3ഉം 10ൻ്റെ സ്ഥാനത്ത് ഒരു സാധ്യതയും 1ൻ്റെ സ്ഥാനത്ത് ഒരു സാധ്യതയും. അപ്പോൾ രണ്ട് സംഖ്യകൾ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. ഇനി അടുത്ത ചോദ്യം. അങ്ങനെയാണെങ്കിൽ 1, 3, 5, അതായത് ഈ 1, 3ൻ്റെ കൂടെ 5 കൂടി കൂട്ടി ഈ 3 അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? 1, 3, 5 ഉപയോഗിച്ചിട്ട് എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? ശ്രദ്ധിക്കുക. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്? 1, 3 ഉപയോഗിച്ചിട്ട് രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ്? 13ഉം 31 അല്ലേ? ഈ രണ്ടെണ്ണം മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. അപ്പം ഇതിൻ്റെ കൂടെ 5 കൂടി കൂട്ടി അല്ലേ? ഒരു 5 കൂടി കൂട്ടി. അപ്പം ഈ 5ന് നമ്മൾക്ക് എന്ത് ചെയ്യാം? 100ൻ്റെ സ്ഥാനത്ത് 2 തവണ കൊടുക്കാം അല്ലേ? 513 531 അല്ലേ? അപ്പോൾ രണ്ട് സാധ്യതകൾ 100ൻ്റെ സ്ഥാനത്ത് കിട്ടി. ഇനി ഈ 5ന് നമ്മൾക്ക് 10ൻ്റെ സ്ഥാനത്തും കൊടുത്തുകൂടെ? അപ്പം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം എഴുതിയ 13ഉം 31ഉം എന്ത് ചെയ്യുക? ഈ 10ൻ്റെ സ്ഥാനത്ത് എഴുതാനുള്ള സ്ഥലം വെച്ചിട്ട് ഗ്യാപ്പ് വെച്ചിട്ട് എഴുതുക. ഇനി നമ്മൾക്ക് ഈ 5ന് എന്ത് ചെയ്യാം? 10ൻ്റെ സ്ഥാനത്ത് കൊടുക്കാം അല്ലേ? 2 തവണ. അപ്പോൾ ഇവിടെ ഞാൻ 5 എഴുതി, ഇവിടെ 5 എഴുതി. മൂന്നക്ക സംഖ്യകളാണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് എന്താണ്? ഈ 5ന് നമ്മൾക്ക് 1ൻ്റെ സ്ഥാനത്തും കൊടുക്കാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 1ഉം 3ഉം അതായത് 13ഉം 31ഉം വീണ്ടും എഴുതുക. നമ്മൾ ആദ്യം എഴുതിയല്ലോ, വീണ്ടും എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ 5നെ 1ൻ്റെ സ്ഥാനത്തും കൊടുക്കാം. ഇപ്പോൾ എത്ര സംഖ്യകൾ കിട്ടി? 2, 2, 4, 2, 6 സംഖ്യകൾ കിട്ടി അല്ലേ? അപ്പോൾ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം? 1, 3, 5 ഉപയോഗിച്ചിട്ട് 6 മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്ത് ചെയ്തു? 5ന് ആദ്യം കൊടുത്തു അല്ലേ? 513. 5 നടുക്ക് കൊടുത്തു, 5 അവസാനം കൊടുത്തു. പിന്നെന്താണ്? ഇതിലും അതുപോലെ തന്നെ. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഫസ്റ്റിൽ നിങ്ങൾക്ക് എഴുതി കാണിച്ചത്. അതുപോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താണ്? നമ്മളിപ്പോൾ മൂന്നക്ക സംഖ്യയാണ് നോക്കിയത്. നെക്സ്റ്റ് നാലക്ക സംഖ്യ, അതായത് ഈ 1, 3, 5, 7. നമ്മളിപ്പോൾ എഴുതിയത് 1, 3, 5 വെച്ചിട്ട് മൂന്നക്ക സംഖ്യയാണ് എഴുതിയത് അല്ലേ? ഫസ്റ്റിൽ എന്ത് ചെയ്തു? 1ഉം 3ഉം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടക്ക സംഖ്യകൾ രണ്ടെണ്ണം എഴുതി, 13ഉം 31 എഴുതി. പിന്നെ എന്ത് ചെയ്തു? 1, 3ൻ്റെ കൂടെ 5 കൂടി കൂട്ടി മൂന്നക്ക സംഖ്യകൾ എത്ര എണ്ണം എഴുതി? 6 എണ്ണം എഴുതി അല്ലേ? മൂന്നക്ക സംഖ്യകൾ. ഇനി എന്താണ് വേണ്ടത്? 1, 3, 5, 7 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന എത്ര നാലക്ക സംഖ്യകളുണ്ട്? എന്താണ്? 1, 3, 5, 7 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന എത്ര നാലക്ക സംഖ്യകളുണ്ട്? എങ്ങനെ കാണാം? നമ്മളിപ്പോൾ ചെയ്ത, അതായത് മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കിയല്ലോ, രണ്ടക്ക സംഖ്യകൾ വെച്ചിട്ട് മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കിയല്ലോ, അതേ രീതിയിൽ തന്നെ നമ്മൾക്ക് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഫസ്റ്റിൽ എഴുതിയ മൂന്നക്ക സംഖ്യകളൊക്കെ എഴുതാം. അതായത് മൂന്നക്ക സംഖ്യകൾ ഈ 1ഉം 3ഉം 5ഉം ഉപയോഗിച്ചിട്ട് എഴുതിയ മൂന്നക്ക സംഖ്യകളുണ്ടല്ലോ, അത് ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ എഴുതിയത് ഏതൊക്കെയാണ്? അതൊന്നുകൂടി എടുത്തെഴുതാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ മൂന്നക്ക സംഖ്യകൾ അല്ലേ? 513, 531, 153, 351, 135, 315 അല്ലേ? അപ്പം ഞാൻ ഇതിൻ്റെ മുൻപിലൊക്കെ വട്ടമിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? എന്തിനാണത്? അതായത് നമ്മൾക്ക് നാലക്ക സംഖ്യയാണ് ഉണ്ടാക്കേണ്ടത്. ഏതൊക്കെ ഉപയോഗിച്ചിട്ട്? 1, 3, 5,
5ൻ്റെ കൂടെ 7 കൂടി ചേർത്തിട്ട് 4 അക്ക സംഖ്യയാണ് ഉണ്ടാക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ 7ന് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം 1000ൻ്റെ സ്ഥാനത്ത് കൊടുക്കുന്നു. അതിനു വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വട്ടമിട്ട് വെച്ചതാണ്. 1000ൻ്റെ സ്ഥാനത്ത് ഞാൻ 7 കൊടുക്കുകയാണ്. അപ്പോൾ 7513 കിട്ടി. 7531 അടുത്ത സംഖ്യ കിട്ടി. 7153, 7351, 7135, 7315. ഇപ്പം എനിക്ക് എത്ര സംഖ്യകൾ കിട്ടി? 6 സംഖ്യകൾ കിട്ടി അല്ലേ. അതായത് 7നെ 1000ൻ്റെ സ്ഥാനത്ത് കൊടുത്തിട്ട് എനിക്ക് 6 സംഖ്യകൾ കിട്ടി. ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, 7നെ 100ൻ്റെ സ്ഥാനത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഇതുപോലെ എഴുതുക. ഏത് 513, 531 ഞാൻ എഴുതിയല്ലോ. അതായത് ഇപ്പം ഞാൻ വട്ടമിട്ട് വെച്ചത് എവിടെയാണ്, 100ൻ്റെ സ്ഥാനത്താണ് വട്ടമിട്ട് വെച്ചത്. 513, 5 കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ട് ഞാൻ 13 എഴുതി അല്ലേ. 5 കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ടാണ് 31 എഴുതിയത്. അതുപോലെ തന്നെ 153 എഴുതാൻ വേണ്ടി എന്ത് ചെയ്തു, 100ൻ്റെ സ്ഥാനത്ത് വട്ടമിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, 7നെ 100ൻ്റെ സ്ഥാനത്ത് എഴുതാൻ പോവുകയാണ്. ഇവിടെ 7 കൊടുത്തു. അപ്പോൾ എത്രയാണ്, 5713. ഇവിടെയും 7 കൊടുത്തു. ഇവിടെ 7, 7, 7, 7. ഇനി എന്ത് ചെയ്തു, ഇനി നെക്സ്റ്റ് അടുത്തത് ഇപ്പോൾ നമ്മൾ 7നെ 100ൻ്റെ സ്ഥാനത്ത് കൊടുത്തു. ഇനി ഇതുപോലെ തന്നെ 513, 531, 153, 351 എല്ലാം എഴുതി വെക്കുക. വീണ്ടും എഴുതി വെക്കുക. എവിടെ വട്ടമിട്ട് വെക്കുക, 10ൻ്റെ സ്ഥാനത്ത് ഒഴിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ 10ൻ്റെ സ്ഥാനത്ത് 7 നമ്മൾക്ക് കൊടുക്കാം. 6 തവണ 7 കൊടുക്കാൻ സാധിക്കും അല്ലേ. 100ൻ്റെ സ്ഥാനത്തും 6 തവണ കൊടുത്തു. 10ൻ്റെ സ്ഥാനത്ത് 6 തവണ കൊടുക്കാം. ഇനിയോ 1ൻ്റെ സ്ഥാനത്തും 7 എഴുതാം അല്ലേ. 1ൻ്റെ സ്ഥാനത്തും 7 6 തവണ കൊടുക്കാം. അപ്പം മൊത്തം എത്ര സംഖ്യകൾ കിട്ടി എനിക്ക്? 1000ൻ്റെ സ്ഥാനത്ത് 7 കൊടുത്തപ്പോഴേ 6 സംഖ്യകൾ കിട്ടി അല്ലേ. ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് 7 എഴുതിയപ്പോഴേ 6 സംഖ്യകൾ കിട്ടി. 10ൻ്റെ സ്ഥാനത്ത് 7 എഴുതിയപ്പോഴും 6 സംഖ്യകൾ കിട്ടി. ഇനി 1ൻ്റെ സ്ഥാനത്ത് 7 എഴുതിയപ്പോഴും 6 സംഖ്യകൾ കിട്ടി അല്ലേ. മൊത്തം 6 ഗുണിക്കണം 4, 24 സംഖ്യകൾ കിട്ടി അല്ലേ. 24 സംഖ്യകൾ ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് 24 സംഖ്യകൾ. 7513, 7531, 7153, 7351, 7135, 7315, 5713, 5731, 1753, 3751, 1735, 3715, 5173, 5371, 1573, 1571, 3575, 1375, 3175, 5137, 5317, 1537, 3517, 1357, 3157. ഓക്കെ, നിങ്ങൾ നോക്കി എഴുതാൻ പാടില്ല, നിങ്ങൾ മനസ്സിലാക്കി തന്നെ എഴുതുക. ഇനി ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാനുണ്ട്, നോക്കാം. 1, 3, 4, 5 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന 4 അക്ക സംഖ്യകൾ എത്ര എണ്ണം എന്ന് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ എത്ര എണ്ണം എന്ന് കാണാൻ നമ്മൾക്ക് ഒന്നുകൂടി സംഖ്യകളൊക്കെ 4 അക്ക സംഖ്യകൾ എഴുതി നോക്കാം അല്ലേ. അപ്പോൾ 1, 3, 4, 5 ഉപയോഗിച്ച് എഴുതേണ്ട 4 അക്ക സംഖ്യകളാണ്. നമ്മളിപ്പം നേരത്തെ എഴുതിയത് ഏതൊക്കെയാണ്? 1, 3, 5, 7 വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അല്ലേ. അപ്പോൾ ഏത് സംഖ്യകളായി കഴിഞ്ഞാലും ഇനിയിപ്പോൾ 4, 2, 6, 7 വെച്ചിട്ടാണ് നമ്മൾക്ക് ഉണ്ടാക്കാം. ഏത് സംഖ്യകൾ വെച്ചിട്ട് നമ്മൾക്ക് സംഖ്യകൾ ഉണ്ടാക്കാൻ പഠിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ 1ഉം 3ഉം വെച്ചിട്ട് 2 അക്ക സംഖ്യകൾ ഉണ്ടാക്കുക. 1ഉം 3ഉം വെച്ചിട്ട് 2 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഏതൊക്കെയാണ്? 13ഉം 31 അല്ലേ. 13ഉം 31 മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. ഇനി എന്ത് ചെയ്യാം, ഈ 2 അക്ക സംഖ്യകൾ വെച്ചിട്ട് നമുക്ക് ഈ 4നെ കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യാം, 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം. 6 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾക്ക് 6 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ 4നെ എന്ത് ചെയ്യണം, 100ൻ്റെ സ്ഥാനത്ത് ആദ്യം കൊടുക്കുക. അപ്പോൾ 413 കിട്ടി. ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് കൊടുക്കുക, 431 കിട്ടി. ഇനി എന്ത് ചെയ്യാം, 4നെ 13 വീണ്ടും എഴുതുക അല്ലേ. 13 ഇവിടെ വീണ്ടും എഴുതുക. ഈ 2 അക്ക സംഖ്യ ഉണ്ടാക്കിയല്ലോ, ഈ 13ഉം ഈ 31 വീണ്ടും എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 4നെ നമ്മൾ ഫസ്റ്റിൽ 100ൻ്റെ സ്ഥാനത്താണ് കൊടുത്തത്. ഇനി 10ൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ 143. ഇവിടെയും 10ൻ്റെ സ്ഥാനത്ത് കൊടുക്കുക, 341 കിട്ടി. ഇനി എന്ത് ചെയ്യാം, വീണ്ടും 13ഉം 31 എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, 4നെ 1ൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. ഇവിടെയും 4നെ 1ൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ 134ഉം 314 കിട്ടി. അപ്പോൾ ഇതാണ് 3 അക്ക സംഖ്യകൾ. നമുക്ക് 3 അക്ക സംഖ്യകളല്ല വേണ്ടത് അല്ലേ, 4 അക്ക സംഖ്യകളാണ്. 1, 3, 4, 5 ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന 4 അക്ക സംഖ്യകളാണ് കാണേണ്ടത്. അപ്പോൾ 3 അക്ക സംഖ്യകൾ 6 എണ്ണം കിട്ടിയത്. 4 അക്ക സംഖ്യകൾ എത്ര എണ്ണം എന്നാണ് കാണേണ്ടത്. അപ്പം നമ്മൾക്ക് ആദ്യം
സംഖ്യകൾ ഏതൊക്കെയാണെന്ന് എഴുതി നോക്കണം അല്ലേ. അപ്പം ഇനി എന്ത് ചെയ്യുക, ഈ മൂന്നക്ക സംഖ്യകൾ നമ്മൾ എന്തിനാണ് ഉണ്ടാക്കിയത്? നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് മൂന്നക്ക സംഖ്യകൾ ആദ്യം എഴുതിയത്. ഇനി ഈ മൂന്നക്ക സംഖ്യകൾ വെച്ചിട്ടാണ് നമ്മൾ നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഏതാണ്? 5 ഇനി ചേർക്കേണ്ടത് അല്ലേ. 5 ആദ്യം എന്ത് ചെയ്യുക, 1000ൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പം 5413 കിട്ടും. ഇവിടെയും 1000ൻ്റെ സ്ഥാനത്ത് എഴുതുക, 5431 കിട്ടും. ഇവിടെയും 1000ൻ്റെ സ്ഥാനത്ത് എഴുതി കഴിഞ്ഞാൽ 5143 കിട്ടി. ഇവിടെയും 5 കൊടുക്കുക, 5341, 5134, 5314. അപ്പം ഇത് 6 സംഖ്യകൾ കിട്ടി അല്ലേ. 5 എന്ത് ചെയ്തു, 1000ൻ്റെ സ്ഥാനത്ത് കൊടുത്തപ്പോൾ 6 സംഖ്യകൾ കിട്ടി. ഇനി എന്ത് ചെയ്യണം നിങ്ങൾ, ഈ 5 എന്ത് ചെയ്യണം, 100ൻ്റെ സ്ഥാനത്ത് കൊടുക്കണം അല്ലേ. അപ്പോഴും എന്ത് കിട്ടും, 6 സംഖ്യകൾ കിട്ടും. ഇനി 5 10ൻ്റെ സ്ഥാനത്ത് കൊടുത്താലും 6 സംഖ്യകൾ കിട്ടും. 5 എന്ത് ചെയ്യണം, 1ൻ്റെ സ്ഥാനത്ത് കൊടുത്താലും 6 സംഖ്യകൾ കിട്ടും. അപ്പം നമ്മൾക്ക് എഴുതി നോക്കാം അല്ലേ. 5 എന്ത് ചെയ്തു, 1000ൻ്റെ സ്ഥാനത്ത് കൊടുത്തു. അതായത് ഈ മൂന്നക്ക സംഖ്യകളായ 413ൻ്റെയും 431ൻ്റെയും 143ൻ്റെയും 341ൻ്റെയും 134ൻ്റെയും 314ൻ്റെയും ഫ്രണ്ടിൽ 5 എഴുതി. അതായത് 1000ൻ്റെ സ്ഥാനത്ത് 5 എഴുതിയിട്ട് നാലക്ക സംഖ്യകൾ 6 എണ്ണം ഉണ്ടാക്കി അല്ലേ. 6 എണ്ണം ഉണ്ടാക്കി. പിന്നെ എന്ത് ചെയ്തു, 5 10ൻ്റെ സ്ഥാനത്ത് 5 100ൻ്റെ സ്ഥാനത്ത് കൊടുത്തിട്ട് വീണ്ടും 6 സംഖ്യകൾ ഉണ്ടാക്കി. 5 എന്ത് ചെയ്തു, 10ൻ്റെ സ്ഥാനത്ത് കൊടുത്തിട്ട് വീണ്ടും 6 സംഖ്യകൾ ഉണ്ടാക്കി. 5 1ൻ്റെ സ്ഥാനത്ത് കൊടുത്തിട്ട് 6 സംഖ്യകൾ ഉണ്ടാക്കി. മൊത്തം 4 ഗുണിക്കണം 6 24 സംഖ്യകൾ ഉണ്ടാക്കി അല്ലേ. ഓക്കെ. അപ്പോൾ എത്ര സംഖ്യകളാണ് നമ്മൾ ഈ 1, 3, 4, 5 ഉപയോഗിച്ചിട്ട് എത്ര സംഖ്യകളാണ് ഉണ്ടാക്കിയത്? 24 സംഖ്യകളാണ് ഉണ്ടാക്കിയത് അല്ലേ. എങ്ങനെയാണ് കിട്ടിയത്? അതായത് 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 4 24. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾക്ക് എത്ര സംഖ്യകൾ തന്നു കഴിഞ്ഞാലും സംഖ്യകളുടെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾ കാണുക. എങ്ങനെയാണ് പറഞ്ഞു തരാം. ഇപ്പോൾ 1 ഉപയോഗിച്ചിട്ട് എത്ര ഒരക്ക സംഖ്യ ഉണ്ടാക്കാൻ സാധിക്കും? ഒരു സംഖ്യ മാത്രമാണ് ഉണ്ടാക്കാൻ സാധിക്കുക അല്ലേ. 1ഉം 2ഉം ഉപയോഗിച്ചിട്ട് എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? 1 ഗുണിക്കണം 2 രണ്ടക്ക സംഖ്യകളാണ് ഉണ്ടാക്കാൻ സാധിക്കുക. ഇനി 1, 2, 3 ഉപയോഗിച്ചിട്ട് എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 സമം 6 മൂന്നക്ക സംഖ്യകളാണ് ഉണ്ടാക്കാൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ 1, 3, 4, 5 ഉപയോഗിച്ചിട്ട് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? ഒരക്ക സംഖ്യ 1, രണ്ടക്ക സംഖ്യ 1 ഗുണിക്കണം 2 രണ്ടെണ്ണം. പിന്നെ മൂന്നക്ക സംഖ്യകൾ കാണണം അല്ലേ. മൂന്നക്ക സംഖ്യ എത്രയാണ്? 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 6 മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം നാലക്ക സംഖ്യകൾ എത്രയാണ്? ഇതിൻ്റെ കൂടെ 4 കൂടി ഗുണിക്കുക. അതായത് ഈ 6ൻ്റെ കൂടെ 4 കൂടി ഗുണിക്കുക. അപ്പം 24 നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഈ രീതിയിലാണ് കിട്ടുന്നത്. ഇനി അഞ്ചക്ക സംഖ്യകളാണെങ്കിലോ 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 4 ഗുണിക്കണം 5 സമം എത്രയാണ്? 120 അഞ്ചക്ക സംഖ്യകൾ 5 സംഖ്യകൾ ഉപയോഗിച്ചിട്ട്, അതായത് ഇവിടെ 6 ഉണ്ടെങ്കിൽ 5 സംഖ്യകൾ ഉപയോഗിച്ചിട്ട് 120 അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇതുപോലെ തന്നെ ആറക്ക സംഖ്യകൾ 6 സംഖ്യകൾ തന്നിട്ട് നിങ്ങളോട് ഇതുകൊണ്ട്, അതായത് ഇപ്പോൾ 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ 6 സംഖ്യകൾ തന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് എത്ര ആറക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് കാണേണ്ടത്? 6 വരെ ഗുണിക്കുക. അതായത് 1 മുതൽ 6 വരെ ഗുണിക്കുക. 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 4 ഗുണിക്കണം 5 ഗുണിക്കണം 6, അതായത് 120 ഗുണിക്കണം 6 എത്രയാണ്? അത്ര എണ്ണം സംഖ്യകളാണ് ഉണ്ടാക്കാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് എത്ര സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യത്തിനുള്ള ട്രിക്ക് ഇതാണ്. അപ്പോൾ നിങ്ങളോട് ഇവിടെ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റിൽ. എന്താണ്? 1 മുതൽ 9 വരെയുള്ള എല്ലാ അക്കങ്ങളും ഉപയോഗിക്കുന്ന എത്ര 9 അക്ക സംഖ്യകളുണ്ട് അല്ലേ. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള എല്ലാ അക്കങ്ങളും ഉപയോഗിക്കുന്ന എത്ര 9 അക്ക സംഖ്യകൾ ഉണ്ടാകും? അപ്പോൾ എന്ത് കണ്ടാൽ മതി? എങ്ങനെ കാണാം? ആദ്യം ഒരക്ക സംഖ്യ 1 ഉണ്ടാകും അല്ലേ. 1 മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ഒരക്ക സംഖ്യ ഉണ്ടാകും. പിന്നെന്താണ്? രണ്ടക്ക സംഖ്യ എത്രയാണ്? 1 ഗുണിക്കണം 2 രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാം. പിന്നെ മൂന്നക്ക സംഖ്യകൾ എത്ര ഉണ്ടാക്കാം? 6 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 6 മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം. ഗുണിക്കണം 4 24 നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം. ഗുണിക്കണം 5 120 അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാം. ഗുണിക്കണം 6 ഗുണിക്കണം 7 9 വരെ കാണണം അല്ലേ. 8 ഗുണിക്കണം 9 സമം എത്രയായിരിക്കും കിട്ടുക? ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരെ 5 വരെ ഗുണിച്ചാൽ 120 കിട്ടുന്നത്. ബാക്കി കൂടെ ഗുണിക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുക? നിങ്ങൾ ഗുണിച്ച് നോക്കുക. നമ്മൾ പാഠത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ വായിക്കാൻ പഠിച്ച ഒരു സംഖ്യയാണ്.
ഏതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റിൽ. ഈ ഗുണനഫലം പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് എവിടെയോ കണക്കാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ഇത്? 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 4 ഗുണിക്കണം 5 ഗുണിക്കണം 6 ഗുണിക്കണം 7 ഗുണിക്കണം 8 ഗുണിക്കണം 9 3,62,880 ആണ് കിട്ടുക. ഈ സംഖ്യ നമ്മൾ ഫസ്റ്റിൽ വായിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത്ര എണ്ണം സംഖ്യകൾ ആദ്യത്തെ 9 അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ എത്ര എണ്ണം സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? 3,62,880 സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ 0 ഉൾപ്പെടുത്താതെയാണ് സംഖ്യകൾ ഉണ്ടാക്കിയത് അല്ലേ. ഇനി 0 ഉൾപ്പെടുത്തിയിട്ടാണ് വരുന്നതെങ്കിലോ? ഇപ്പോൾ 0, 1, 3 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ കണക്കാക്കാം? സാധാരണ മൂന്നക്ക സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ എത്ര അക്കങ്ങളായിരിക്കും? ഇപ്പം 1, 3, 5 ഉപയോഗിച്ചിട്ട് എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചു. 6 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. പക്ഷേ ഇവിടെ 6 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല. അതായത് ഈ 0നെ 100ൻ്റെ സ്ഥാനത്ത് നമുക്ക് എഴുതാൻ പറ്റില്ല അല്ലേ. 100ൻ്റെ സ്ഥാനത്ത് 2 തവണ എഴുതിയിട്ട് നമുക്ക് സംഖ്യകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. 100ൻ്റെ സ്ഥാനത്ത് 5നെ 2 തവണ എഴുതിയിട്ട് സംഖ്യകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ 0നെ 100ൻ്റെ സ്ഥാനത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 6 എണ്ണത്തിൽ നിന്ന് 2 സംഖ്യകൾ കുറയും. അപ്പോൾ 4 സംഖ്യകളെ ഉണ്ടാക്കാൻ സാധിക്കൂ. 0, 1, 3 ഉപയോഗിച്ചിട്ട് 4 സംഖ്യകൾ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. ഏതൊക്കെയാണ് ആ 4 സംഖ്യകൾ? 103, പിന്നെ ഏതാണ്? 130 എഴുതാം, 301, 310. ഈ 4 സംഖ്യകളെ ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. 0 ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ നമുക്ക് സംഖ്യ എഴുതാൻ പറ്റില്ല അല്ലേ. 0 ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ 100ൻ്റെ സ്ഥാനത്ത് കൊടുത്തിട്ട് നമുക്ക് സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആ 2 സംഖ്യകൾ 0 100ൻ്റെ സ്ഥാനത്ത് വരുന്ന 2 സംഖ്യകൾ ഒഴിവാക്കേണ്ടി വരും. അപ്പം 4 എണ്ണം മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 0, 1, 3, 5 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന 4 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ സാധിക്കും? നമ്മൾ നേരത്തെ 1, 3, 5, 7 ഉപയോഗിച്ചിട്ട് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പഠിച്ചു. അതായത് 24 എണ്ണം അല്ലേ. എങ്ങനെയാണ് കിട്ടിയത്? ഒരക്ക സംഖ്യ 1 എണ്ണം 1, രണ്ടക്ക സംഖ്യ 2 എണ്ണം. അപ്പോൾ 1 ഗുണിക്കണം 2, പിന്നെ 3 അക്ക സംഖ്യകൾ 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 6 എണ്ണം. പിന്നെ അതിൻ്റെ കൂടെ 4 അക്ക സംഖ്യകൾ വരുമ്പോൾ 4 കൂടി ഗുണിക്കുക 6 ഗുണിക്കണം 4 24 എണ്ണമാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ 0 വരുമ്പോൾ ഈ 24ൽ നിന്ന് എത്ര കുറക്കണം? അതായത് 1000ൻ്റെ സ്ഥാനത്ത് 0 വരുന്ന 1000ൻ്റെ സ്ഥാനത്ത് 7 വരുന്ന 6 സംഖ്യകൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് 0 വരുന്ന 6 സംഖ്യകൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഈ 24ൽ നിന്ന് എത്ര കുറക്കണം? 24ൽ നിന്ന് 6 കുറക്കേണ്ടി വരും അല്ലേ. 24ൽ നിന്ന് 6 കുറച്ചാൽ 18 സംഖ്യകൾ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. നെക്സ്റ്റ് പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, 0 എന്ന അക്കം വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? എത്ര ഉള്ളത്? ഏതൊക്കെയാണ് സംഖ്യകൾ? 10, 20, 30, 40, 50, 60, 70, 80, 90. ഇതാണ് 0 വരുന്ന രണ്ടക്ക സംഖ്യകൾ അല്ലേ. ഇത് എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണമാണ് ഉള്ളത്. ഇനി 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകളോ? 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണമാണ് ഉള്ളത്? അതായത് 0 ഉള്ളത് 9ആണ് കിട്ടിയത്. മൊത്തം രണ്ടക്ക സംഖ്യകൾ എത്രയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്? 90 എണ്ണമാണ് മൊത്തം രണ്ടക്ക സംഖ്യകൾ. അപ്പോൾ ഈ 90ൽ നിന്ന് 9 കുറക്കുക. അപ്പോൾ 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണമായിരിക്കും? 81 സംഖ്യകളായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം, 2 പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 2 പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ഏതൊക്കെയാണ്? 100, 200, 300, 400, 500, 600, 700, 800, 900 അല്ലേ. എത്ര എണ്ണമാണ്? 9 എണ്ണം തന്നെയാണ്. ഇനി നെക്സ്റ്റ് അതിൻ്റെ സെക്കൻഡ് പാർട്ട്, രണ്ടാമത്തെ ചോദ്യം, 1 പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 1 പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 1 പൂജ്യം മാത്രമുള്ളതാണ്. അപ്പം എങ്ങനെയാണ് കാണേണ്ടത്? അതായത് 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകൾ നമ്മൾക്ക് എത്ര കിട്ടി? 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകൾ 81 എണ്ണം കിട്ടി അല്ലേ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നതാണെങ്കിൽ ഇപ്പോൾ 11 എന്നുള്ള സംഖ്യ 0 ഇല്ലാത്ത ഒരു രണ്ടക്ക സംഖ്യയാണ്. ഇതിനെ 0 ഉള്ള മൂന്നക്ക സംഖ്യ ആക്കിയിട്ട് നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ മാറ്റാം? 11നെ 101 എഴുതാം, പിന്നെയോ 110 എഴുതാം അല്ലേ. അതായത് 0ന് 10ൻ്റെ സ്ഥാനത്തും കൊടുക്കാം, 0ന് 1ൻ്റെ സ്ഥാനത്തും കൊടുക്കാം. 0ന് 100ൻ്റെ സ്ഥാനത്ത് കൊടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പം മൂന്നക്ക സംഖ്യ ആവില്ല അല്ലേ, രണ്ടക്ക സംഖ്യ മാത്രമേ ആകൂ. അപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 0ന് 2 രീതിയിൽ എഴുതാം അല്ലേ. അപ്പോൾ ഈ രണ്ടക്ക സംഖ്യ നമ്മൾക്ക് 2 രീതിയിൽ മൂന്നക്ക സംഖ്യ ആക്കിയിട്ട് 0 വരുത്തിയിട്ട് മാറ്റി എഴുതാം. അപ്പം മൊത്തം രണ്ടക്ക സംഖ്യകൾ 0 ഇല്ലാത്തത് എത്രയാണ് വരുന്നത്? 81 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഈ 81നെ 2 തവണ 2 പ്രാവശ്യം കൂട്ടിയാൽ മതി അല്ലേ. അതായത് ഈ ഒരു സംഖ്യക്ക് തന്നെ 2 നമ്പർ ആക്കാൻ പറ്റുന്നുണ്ട്. രണ്ടക്ക സംഖ്യയെ 2 രീതിയിൽ മൂന്നക്ക സംഖ്യ ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 2 തവണ 81 കൂട്ടുക. അപ്പോൾ എത്രയാണ് ഉത്തരം? 1 പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 162 മൂന്നക്ക സംഖ്യകൾ ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മൾ കാണുന്നതാണെങ്കിൽ, സാധാരണ കാണുന്നതാണ്, നമ്മൾക്ക് എങ്ങനെയാണ്
101, 102, അതായത് മൂന്നക്ക സംഖ്യകളാണല്ലോ. 100 2 പൂജ്യം വരുന്നതാണ്. അപ്പം ഫസ്റ്റിൽ വരുന്ന ഒരു പൂജ്യം വരുന്ന മൂന്നക്ക സംഖ്യ ഏതാണ്? 101 പിന്നെ 102, 103 ഇങ്ങനെ പോയി എത്ര വരെ വരും? 109 വരെ 9 സംഖ്യകളുണ്ട്. പിന്നെ 110 മുതൽ, അതായത് ഒന്നിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക പൂജ്യത്തിന്, 110 മുതൽ 190 വരെ 9 എണ്ണം ഉണ്ട്. അപ്പം 18 എണ്ണമായി അല്ലേ? അതിൽ തന്നെ അങ്ങനെ എങ്ങനെ വരും? പിന്നെ 201 മുതൽ 209 വരെ 9, 210 മുതൽ 290 വരെ 9, അതും 18. അങ്ങനെ എത്ര തവണ 18 കൂട്ടണം? 9 പ്രാവശ്യം 18 കൂട്ടണം. അല്ലെങ്കിൽ 9 കൊണ്ട് 18 ഗുണിക്കുക. അപ്പോഴും 162 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾക്കിവിടെ കണക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. അതായത് പൂജ്യം ഇല്ലാത്ത രണ്ടക്ക സംഖ്യകൾ എത്ര കിട്ടി? നമ്മൾക്ക് 81 കിട്ടി. അപ്പോൾ അടുത്ത ചോദ്യമായിട്ട് തന്നത് ഇത് കണക്ട് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. പിന്നെന്താണ്? 2 പൂജ്യമുള്ളത് നമ്മൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നെക്സ്റ്റ് ആയിട്ട് കൊടുത്തത് ഒരു പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്നുള്ള ചോദ്യം ഏതിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്? പൂജ്യം ഇല്ലാത്ത രണ്ടക്ക സംഖ്യകൾ 81 ഉണ്ടെങ്കിൽ ഒരു പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യകൾ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞു. ഇപ്പോൾ 11 ആണെങ്കിൽ 11നെ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. 101 ആയിട്ട് എഴുതാം, 110 ആയിട്ടും എഴുതാം. അപ്പോൾ രണ്ട് രീതിയിൽ എഴുതാം. അപ്പോൾ 2 81 കൂട്ടിയാൽ മതി. അതായത് പൂജ്യം ഇല്ലാത്ത രണ്ടക്ക സംഖ്യകൾ 81 ആണുള്ളത്. അപ്പോൾ രണ്ട് രീതിയിൽ രണ്ടക്ക സംഖ്യയെ തന്നെ രണ്ട് രീതിയിൽ മാറ്റി എഴുതാം മൂന്നക്ക സംഖ്യ ആക്കിയിട്ട്. അപ്പോൾ 281 കൂട്ടുക 162 ആൻസർ. ഇനി അതിനോട് കണക്ട് ചെയ്തതാണ് അടുത്ത ചോദ്യം. പൂജ്യം ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാകും? അപ്പോൾ പൂജ്യം ഇല്ലാത്ത മൂന്നക്ക സംഖ്യകൾ എത്രയാണ് ഉണ്ടാവുക? എങ്ങനെ കണ്ടെത്താം? 2 പൂജ്യമുള്ള മൂന്നക്ക സംഖ്യകൾ എത്ര കിട്ടി നമ്മൾക്ക്? 9 കിട്ടി ഇവിടെ. പിന്നെ ഒരു പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യകൾ എത്ര കിട്ടി? 162 കിട്ടി. അപ്പോൾ നെക്സ്റ്റ് എന്താണ്? പൂജ്യം ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകളായിരിക്കും ഉള്ളത്? അപ്പോൾ ടോട്ടൽ എത്ര മൂന്നക്ക സംഖ്യകളാണുള്ളത്? നമ്മൾ ഫസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 900 അല്ലേ? ഈ 900ൽ നിന്ന് എന്ത് ചെയ്യണം? 900ൽ നിന്ന് ഈ 162 കൂട്ടണം 9 കുറക്കണം. 162 കൂട്ടണം 9 കുറക്കണം. അപ്പം 162 കൂട്ടണം 9 എത്രയാണ്? 900 കുറക്കണം 171 വരിക. സം എത്രയാണ്? 729 സംഖ്യകളാണ്. 729 സംഖ്യകളാണ്. അതായത് ടോട്ടൽ മൂന്നക്ക സംഖ്യകളുള്ള 900 സംഖ്യകളാണ് ടോട്ടൽ മൂന്നക്ക സംഖ്യകളുള്ളത്. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? 2 പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യകളായ 9 കുറക്കണം. പിന്നെന്താണ്? ഒരു പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യകൾ 162 എണ്ണം ഉണ്ട്, അതും കുറക്കണം. അപ്പോൾ രണ്ട് മൊത്തത്തിൽ കുറച്ച് കഴിഞ്ഞാൽ 171 എണ്ണം 900 നിന്ന് കുറക്കുക. അപ്പോൾ 729 സംഖ്യകളാണ് ഉള്ളത്. നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം. ഒരു അക്കം തന്നെ ആവർത്തിച്ച് വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? അത് നമ്മൾക്ക് എളുപ്പമാണ് അല്ലേ? ഏതൊക്കെയാണ്? 11, 22, 33, 44, 55, 66, 77, 88, 99 അല്ലേ? നെക്സ്റ്റ് എന്താണ്? അതിൻ്റെ ബാക്കി ഭാഗം. ഒരു അക്കം തന്നെ 3 തവണ ആവർത്തിച്ച് വരുന്ന മൂന്നക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ രണ്ടക്കം വരുന്നത് 9 എണ്ണമാണ് കിട്ടിയത് അല്ലേ? 9 എണ്ണമാണ് ഉള്ളത്. ഇനി 3 തവണ ആവർത്തിച്ച് വരുന്ന മൂന്നക്ക സംഖ്യകളോ ഏതൊക്കെയാണ്? 111, 222, 333, 444, 555 അങ്ങനെ പോയിട്ട് 999 വരെ 9 സംഖ്യകൾ തന്നെയാണ് ഉള്ളത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നാലാമത്തെ ചോദ്യം. അക്കങ്ങളെല്ലാം തിരിച്ചിട്ടാലും മാറാത്ത സംഖ്യകളുണ്ട്. ഉദാഹരണമായി 46,764 തിരിച്ചിട്ടാലും എങ്ങനെ തന്നെയാണ് വായിക്കുക? 46,764 തന്നെയാണ് വായിക്കുക. അതായത് 764. ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വായിച്ചാലും എന്തുതന്നെയാണ്? 46,764 തന്നെയാണ്. ഇനി വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് വായിച്ചാലും എങ്ങനെ തന്നെയാണ്? 46,764 തന്നെയാണ് വായിക്കേണ്ടത് അല്ലേ? ഇത്തരം സംഖ്യകളെ ഇരുവഴി സംഖ്യകൾ അല്ലെങ്കിൽ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടക്ക സംഖ്യകളിൽ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളാണ്? അപ്പോൾ ഇരുവഴി സംഖ്യ എന്നാൽ നമ്മൾക്ക് കിട്ടി. അപ്പോൾ രണ്ടക്ക സംഖ്യകളിൽ എത്ര എണ്ണമാണ് ഇരുവഴി സംഖ്യകളുള്ളത്? ഏതൊക്കെയാണ് ഇരുവഴി സംഖ്യകളിൽ വരുന്ന രണ്ടക്ക സംഖ്യകൾ? 11, 22, 33, 44, 55 മുതൽ 99 വരെ അല്ലേ? 9 എണ്ണം അല്ലേ? അപ്പോൾ 9 എണ്ണമാണ് രണ്ടക്ക സംഖ്യകളുള്ളത്. ഇനി മൂന്നക്ക സംഖ്യകളോ? മൂന്നക്ക സംഖ്യകളിൽ ഇരുവഴി സംഖ്യകൾ ഏതൊക്കെയാണ് വരുന്നത്? 101, 111, 121, 131, 141, അങ്ങനെ പോയിട്ട് 191 വരെ 10 സംഖ്യകൾ കിട്ടി. പിന്നെ 201 മുതൽ 292 വരെ 10 സംഖ്യകൾ, 301 മുതൽ 393 വരെ 10 സംഖ്യകൾ, അങ്ങനെ പോയിട്ട് 909 മുതൽ 999 വരെ 10 സംഖ്യകൾ കിട്ടി. അപ്പോൾ മൊത്തം എത്ര സംഖ്യകളാണ്? 10 ഗുണിക്കണം 9, 90 സംഖ്യകളാണ് ഉണ്ടാവുക.
നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ 1, 2, 3, 4 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അവയെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്താണ്? ഇത് നമ്മൾ നേരത്തെ വിശദമായിട്ട് പഠിച്ചതാണ് അല്ലേ? 1, 2, 3, 4 ഈ 4 സംഖ്യകൾ ഉപയോഗിച്ചിട്ട് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം? എണ്ണം കാണാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഒരു അടക്ക സംഖ്യ, 2 രണ്ടക്ക സംഖ്യ, പിന്നെ 2 ഗുണിക്കണം 3 6 മൂന്നക്ക സംഖ്യ, 3നോട് 4 ഗുണിക്കുക, അപ്പം 24 നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ? ഓക്കെ. ഇനി നമ്മളോട് തുക കാണാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടി കിട്ടുന്ന സംഖ്യ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ സംഖ്യകൾ എഴുതേണ്ടതുണ്ട്. ഈ 24 സംഖ്യകളും എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതാം? 1, 2, 3, 4 ഉപയോഗിച്ചാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒന്ന് ഉപയോഗിച്ചിട്ട് ഒരക്ക സംഖ്യ 1 എഴുതാം. ഇനി 1ഉം 2 ഉപയോഗിച്ചിട്ട് രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെ എഴുതാം? 12 പിന്നെ 21 അല്ലേ? ഇനി ഈ 3നെ കൂടി ഉൾപ്പെടുത്തുക. ഈ രണ്ടക്ക സംഖ്യയിൽ നിന്ന് മൂന്നക്ക സംഖ്യ 3 ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഏതാണ്? 3നെ ആദ്യം 100ൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. ഇവിടെ 312 321ആയി. ഇനി എന്ത് ചെയ്യാം? 3നെ 10ൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? 12 എഴുതുക, അതിൻ്റെ നടുക്ക് 10ൻ്റെ സ്ഥാനത്ത് 3 എഴുതുക. ഇവിടെ എന്ത് ചെയ്യുക? 21 എഴുതുക, അതിൻ്റെ നടുക്ക് 10ൻ്റെ സ്ഥാനത്ത് 3 എഴുതുക. അപ്പോൾ 231ആയി. ഇനി അടുത്ത സംഖ്യ ഏതാണ്? ഒറ്റയുടെ സ്ഥാനത്ത് കൊടുക്കുക അല്ലെ? 12 എഴുതുക, ഒറ്റയുടെ സ്ഥാനത്ത് 3 എഴുതുക, 21 എഴുതുക, ഒറ്റയുടെ സ്ഥാനത്ത് 3 എഴുതുക. അപ്പോൾ 6 മൂന്നക്ക സംഖ്യകൾ കിട്ടി. ഇനി 6 മൂന്നക്ക സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യണം? നാലക്ക സംഖ്യകൾ 24 നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ? അപ്പോൾ 24 നാലക്ക സംഖ്യകൾ എഴുതണം. നമ്മളെന്താണ് കാണുന്നത്? 1, 2, 3, 4 ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാലക്ക സംഖ്യകൾ കണ്ടിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ തുക കാണുകയാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ 1, 2, 3, 4 ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാലക്ക സംഖ്യകൾ കാണാൻ വേണ്ടി ആദ്യം 1 ഉപയോഗിച്ചിട്ട് ഒരക്ക സംഖ്യ 1 ഉണ്ടാക്കി. ഇനി 1ഉം 2ഉം ഉപയോഗിച്ചിട്ട് രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെ ഉണ്ടാക്കി? 12ഉം 21ഉം ഉണ്ടാക്കി. ഇനി എന്താണ്? ഈ 12ഉം 21ഉം ഉപയോഗിച്ചിട്ട്, അതായത് ഇതിൻ്റെ കൂടെ 3 കൂടി ചേർത്തിട്ട് മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കി. ഏതൊക്കെയാണ്? ഈ 6 സംഖ്യകൾ അല്ലേ? ഈ 6 സംഖ്യകൾ 6 മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കി. ഇനി എന്താണ്? ഈ 6 മൂന്നക്ക സംഖ്യയിൽ നിന്ന് നാലക്ക സംഖ്യകൾ ഉണ്ടാക്കണം. അതായത് 1000ൻ്റെ സ്ഥാനത്ത് 4 ചേർത്തിട്ട് ആദ്യം 6 നാലക്ക സംഖ്യകൾ ഉണ്ടാക്കി. പിന്നെ 100ൻ്റെ സ്ഥാനത്ത് 4 എഴുതിയിട്ട് വീണ്ടും 6 സംഖ്യകൾ ഉണ്ടാക്കി. 10ൻ്റെ സ്ഥാനത്ത് 4 എഴുതി 6 സംഖ്യകൾ ഉണ്ടാക്കി. ഒറ്റയുടെ സ്ഥാനത്ത് 4 എഴുതിയിട്ട് 6 സംഖ്യകൾ ഉണ്ടാക്കി. മൊത്തം 24 നാലക്ക സംഖ്യകൾ ഉണ്ടാക്കി അല്ലേ? മൊത്തം 24 നാലക്ക സംഖ്യകൾ ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെയാണ് സംഖ്യകൾ. ഇനി ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ഉത്തരം കിട്ടുക? നിങ്ങൾ കൂട്ടി നോക്കുക. 66,660 ആണ് ഉത്തരം കിട്ടുന്നത്. നിങ്ങളൊന്ന് കൂട്ടി നോക്കിയിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലെസണിൽ വരുന്ന പ്രവർത്തനങ്ങൾ. ഇനി നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ക്ലാസ് ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.